ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. നമ്മെ പരിഹസിച്ചവരുടെ മുന്നിൽ കർത്താവ് തൻ്റെ അത്ഭുത കരത്താൽ ഉയർത്തുന്ന ദിവസമാണ് ഇന്ന്. ഇതുവരെ നമ്മുടെ കണ്ണുകൾ കണ്ടിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ ഇന്ന് കർത്താവ് നമ്മിൽ പ്രവർത്തിക്കും. എന്തെന്നാൽ അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം. ഫറവോയുടെ അടിച്ചമർത്തൽ കാരണം ഇനി എന്ത് ചെയ്യും? ആരാണ് ഞങ്ങളെ സഹായിക്കാൻ? ഫറവോയുടെ കൈകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് വേദനിച്ച് ശക്തിയില്ലാതെ തളർന്നുപോയ ഇസ്രായേൽ മക്കളുടെ നിലവിളിക്ക് മുന്നിൽ ദൈവമായ കർത്താവ് തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ചെങ്കടൽ രണ്ടായി പിളർന്ന് സുരക്ഷിതമായി ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ച കർത്താവായ ദൈവം ഇന്നും നമ്മുടെ മധ്യേ ജീവിക്കുന്നു. രാവും പകലും അവിടുത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നമ്മെ ഓരോരുത്തരെയും നമുക്ക് താങ്ങാവുന്നതിലും വലിയ നുകം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന അനേകം ഫറവോകളുടെ കൈകളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ജീവിക്കുന്ന ദൈവം നമ്മോടൊപ്പം ഉണ്ട്. ഈ പ്രഭാതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്താൻ ശക്തനായ ജീവിക്കുന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആരാധിക്കാം. അവിടത്തേക്ക് നന്ദി പറയാം. ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾ അത്ഭുതകരമായി നടക്കുന്നതിനായി ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 136 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിനുമേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മഹാദ്വീപങ്ങളെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദ്യജാതരെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളെ ദർശിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇസ്രായേലിനെ അവരുടെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഈജിപ്തിലെ ഫറവോയുടെ കൈകളിൽ നിന്ന് രക്ഷിച്ച് മോചിപ്പിച്ച് ചെങ്കടലിനെ രണ്ടായി പിളർന്ന് അതിൻ്റെ മധ്യത്തിലൂടെ ചെങ്കടൽ മധ്യത്തിലൂടെ സുരക്ഷിതമായി ഇസ്രായേൽ മക്കളെ അവിടുന്ന് രക്ഷിച്ച് മോചിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളും പ്രയാസങ്ങളും ഞങ്ങളുടെ നേരെ വെച്ച് കെട്ടിയിരിക്കുന്ന ഓരോ നുകങ്ങളെയും തകർക്കുവാൻ കർത്താവേ, അങ്ങയുടെ അത്ഭുത കരം ഇന്ന് ഞങ്ങളുടെ നേരെ നീട്ടണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ചെങ്കടൽ അനുഭവങ്ങളെയും ഫറവോയുടെ നുകങ്ങളെയും കർത്താവേ, എല്ലാ ദുഷ്ടശക്തികളുടെ കൈകളിൽ നിന്നും
ഞങ്ങളുടെ ജീവനെ അവിടുന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവന് ഭീഷണിയായിരിക്കുന്ന സകല വിപത്തുകളിൽ നിന്നും ദൈവമേ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ അത്ഭുതങ്ങൾ കാണുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കണ്ണുകൾക്ക് ശക്തി തരണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയത് തന്നെ അങ്ങയുടെ വലിയ അത്ഭുതമാണ്. ഇപ്പോൾ ഞങ്ങൾ ശ്വസിക്കുന്ന ഈ വായു അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കാരണമാണ്. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് ആരോഗ്യമായ ശരീരം നൽകിയത് അങ്ങയുടെ അത്ഭുതമാണ്. എൻ്റെ കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അങ്ങ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അങ്ങ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് തന്നെ അവിടുത്തെ അത്ഭുതങ്ങളുടെ പ്രതീകമാണ്. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തുകയും ശത്രുക്കളുടെ എല്ലാ ഉദ്യമങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ അവിടുന്ന് ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ മഹത്വത്തിൻ്റെ കാരണമായ കർത്താവേ, ഇന്നത്തെ ദിവസം അവിടുത്തെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഇന്ന് അവസരം നൽകണമേ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്ത മഹാ അത്ഭുതങ്ങളെ പ്രതി കർത്താവേ, ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നതിന് ഞങ്ങളുടെ നാവുകളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആയുസ്സും നൽകണമേ. ഈശോയെ, തളർന്ന മനസ്സും തകർന്ന ജീവിതവുമായി നീ എന്ത് ചെയ്യണം, ഇനി ആരോട് സഹായം അഭ്യർത്ഥിക്കും എന്ന് കരുതി ദുഃഖിച്ച് വേദനിച്ച് നിരാശയിൽ കഴിയുന്നവർക്ക് ഇന്നത്തെ ദിവസം അങ്ങയുടെ അത്ഭുത കരം നീട്ടി ഇസ്രായേൽ മക്കളെ രക്ഷിച്ച അതേ കരത്താൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദൈവത്തിന് നന്ദി പറയുന്നത് ഏറ്റവും ഉചിതമായ കാര്യമാണ്. സകല തടവറ അനുഭവങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ കർത്താവ് ഇന്ന് ഇടപെടുന്ന ദിവസമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളെ വിജയങ്ങളാക്കി അപമാനത്തെ മഹത്വമാക്കി മാറ്റുന്ന ദിവസമാണ്. ഇന്ന് നമ്മുടെ ദുഃഖം സന്തോഷമാക്കുന്ന ദിവസമാണ്. ഇന്ന് നമ്മുടെ എല്ലാ നഷ്ടങ്ങളെയും ലാഭമാക്കി മാറ്റുന്ന ദിവസമാണ്. എന്തെന്നാൽ ജീവിക്കുന്ന ജീവിക്കുന്ന പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്ന ദിവസമാണ്. ഇന്ന് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. മഹാത്ഭുതങ്ങളെ നടത്തിയ ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. കുരുടൻ്റെ കണ്ണ് തുറന്ന് അവന് കാഴ്ചശക്തി കൊടുത്ത ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ബധിരന് കേൾവി ശക്തി കൊടുത്ത ദൈവം ഇന്ന് നമ്മോടൊത്തു പ്രവർത്തിക്കുന്നു. സംസാരശേഷിയില്ലാത്തവന് സംസാര ശക്തി കൊടുത്ത ദൈവം ഇന്ന് അത്ഭുതകരമായി നമ്മോടൊപ്പമുണ്ട്. ഇന്ന് നമ്മുടെ ഭവനത്തിലെ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കും. ഇന്ന് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കും. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കും. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കും. നമ്മളുടെ കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളെ, നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കുന്ന ദിവസമാണ്. കർത്താവായ ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം ഇന്ന് നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നു. അവിടെ നിന്ന് നമ്മെ വലിയ അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും പാത്രരാക്കും. അവിടുത്തെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് ഇന്ന് അങ്ങയുടെ അനന്ത കോടി കാരുണ്യത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ അത്ഭുതം ദർശിക്കുവാൻ ഇന്നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് നമ്മുടെ ഭവനത്തിൽ ഭരണം നടത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സകല അന്ധകാര ശക്തികളിൽ നിന്നും ഇന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും മോചിപ്പിക്കുന്നതിനായി ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ശത്രുതയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കൊണ്ട് ഐക്യത്തിലേക്കും
സ്നേഹത്തിലേക്കും നയിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെ ദേഷ്യവും കോപവും വിട്ടകൽന്ന് ശത്രുതയും അസൂയയിൽ നിന്നും പുറത്തു വന്ന് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നതിനു വേണ്ടി, അവിടുത്തെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടി ഇന്ന് ആത്മാർത്ഥമായി ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാരുണ്യം അനന്തമാണ്. ഇന്ന് അവിടുന്ന് നമ്മുടെ പാപങ്ങളെ എല്ലാം ക്ഷമിച്ച് നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും അവിടുന്ന് നീക്കി ഇന്ന് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾക്കും നാം ഓരോരുത്തരും പാത്രരാകുവാൻ ഇന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. വിശ്വസിക്കുക, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങളുടെ നയനങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ ഇനി ലജ്ജിപ്പിക്കത്തില്ല. നിങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ, നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരുടെ മുൻപിൽ, നിങ്ങളുടെ തകർച്ച ആഗ്രഹിച്ചവരുടെ മുൻപിൽ ഇനി നിങ്ങൾ തലകുനിക്കാതിരിക്കാൻ തക്കവണ്ണം കർത്താവ് അത്രമാത്രം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ്. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് സാധ്യമായ നിങ്ങൾ മാറ്റിവെച്ച മേഖലകളിൽ ഇന്ന് കർത്താവ് പ്രവർത്തിച്ചിരിക്കും. അവിടുന്ന് വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ച കർത്താവ്, നമ്മെ ഓരോരുത്തരെയും വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അത് വിശ്വസിക്കുക. ഇന്ന് സകല അനുഗ്രഹങ്ങൾക്കും നാം പാത്രരാകുന്നതിനും, ഇന്ന് നമ്മുടെ യാത്രകളിലും പോക്കിലും വരവിലും നാം സംരക്ഷിതരാകുന്നതിനും, നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ഭവനത്തിനും ചുറ്റും ദൈവത്തിൻ്റെ കാവലുണ്ടായി നാം ഓരോരുത്തരും സംരക്ഷിക്കപ്പെടുന്നതിനും അനുഗ്രഹീതരാകുന്നതിനും വേണ്ടി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാം. അവിടുത്തെ അനന്തകൂടി കൃപയാൽ നാം ഓരോരുത്തരും ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ നയനങ്ങളെ നീ ഇന്ന് അഭിഷേകം ചെയ്യണമേ. ലോകത്തിൻ്റെ സകല അശുദ്ധിയിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിച്ച് ദൈവസന്നിധിയിൽ ശാന്തമായി എളിമയുള്ള ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വർത്തിക്കുവാൻ ഇന്ന് ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളെയും ലോകമെമ്പാടും സാക്ഷ്യപ്പെടുത്തുവാൻ, അങ്ങയുടെ അത്ഭുതങ്ങളെ ഓരോന്നും ലോകമെമ്പാടും സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏവരെയും അനന്തമായി സ്നേഹിക്കുന്നു. അവിടുന്ന് നമ്മെ കരുതുന്നു. അവിടുന്ന് ഒരിക്കലും നമ്മെ ഒറ്റയ്ക്കാക്കുകയില്ല. നാം ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ കർത്താവ് നമ്മൾക്ക് സമീപസ്ഥനായിരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അനാദി മുതലേ, ഞാൻ യുഗാന്ത്യം വരെ നിങ്ങളുടെ കൂടെയുണ്ടാകും, നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വസിച്ച് കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നീ അത്ഭുതകരമായി ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നോളം അങ്ങയുടെ സന്നിധിയിൽ നിവർത്തിച്ച എല്ലാ അപേക്ഷകളെയും യാചനകളെയും അങ്ങിന്ന് സ്വീകരിച്ച് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി ഇന്ന് മാറ്റണമേ. കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസമാക്കി മാറ്റണമേ. എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്ന ദിവസമായി ഇന്ന് മാറ്റണമേ. ഞങ്ങളുടെ ക്ഷീണവും തളർച്ചയും മാറി ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും വിടുതലും ശരീരത്തിന് ആവശ്യമായ റെസ്റ്റും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഇന്നത്തെ ദിവസം ഓരോ നിമിഷവും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും താഴ്മയായി അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഇന്ന് അവിടുത്തെ അത്ഭുത കരത്താൽ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. അങ്ങയുടെ കാരുണ്യം അനന്തമാണ്. ഇന്ന് അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ അത്ഭുതം ദർശിക്കുവാൻ അങ്ങ് ഞങ്ങളെ പര്യാപ്തരാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്ന ദൈവമേ, അങ്ങയ്ക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഞങ്ങൾ ദർശിക്കുന്നതിന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കണ്ണുകളെ തുറക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം തൻ്റെ അത്ഭുത ഭുജം നമുക്ക് മേലെ നീട്ടി എല്ലാ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടത്തി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്ന് നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.